സാർ നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ കേരളത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ED ചോദ്യം ചെയ്യുന്നതുമായുള്ള സംഭവ വികാസങ്ങളാണ്. ഇന്നലെ 29-ാം തീയതി വീണ വിജയനെ ED വീണ്ടും സമൻസ് അയച്ച് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ എത്താനുള്ള അസൗകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 25-ാം തീയതി തന്നെ 4 ദിവസം മുൻപേ തന്നെ വീണ വിജയൻ EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം അന്ന് രാത്രി അവരെ വിട്ടയക്കുമ്പോൾ വീണ്ടും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ED അവരെ വിട്ടത്. വീണ്ടും സമൻസ് അയച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇന്നലെ CMRL കർത്തയുടെ മകനും CMRLന്റെ ജോയിന്റ് MDയും കൂടിയായ ശരൺ കർത്തയെയും CMRLന്റെ മുതിർന്ന ഓഫീസേഴ്സിനെയും എല്ലാം ED വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുണ്ടായി. ഇത് 2-3 തവണ തന്നെയാണ് ഇപ്പോൾ CMRLന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ശരൺ കർത്തയെയും എല്ലാം ED ചോദ്യം ചെയ്യുന്നത്. ഇവിടെ EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു, അല്ലെങ്കിൽ വ്യക്തമായ സൂചനകൾ തന്നെയാണ് കിട്ടുന്നത്. വീണ വിജയൻ എന്ന എക്സാലോജിക്കിന്റെ ഒരേ ഒരു കമ്പനി ഉടമ ചെയ്യാത്ത സേവനത്തിന് CMRLൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ പണം കൈപ്പറ്റിയത്, എന്തിനു വേണ്ടിയാണ് CMRL ആ പണം വീണ വിജയന് കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് ED അന്വേഷിക്കുന്നത്. അതിൻ്റെ കാരണം തന്നെയാണ്. ഇതിൻ്റെ കാരണം ചെന്നെത്തുന്നത് വീണ വിജയന്റെ അച്ഛനായിരുന്ന കേരളം 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വഴിവിട്ട ചില സഹായങ്ങൾ കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്തയ്ക്ക് CMRLലേക്ക് ലോഡ് കണക്കിന് കരിമണൽ അനധികൃതമായി കടത്തി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ തന്നെയാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 2,78 ലക്ഷം രൂപ, ആദ്യം 1,78 ലക്ഷം രൂപയും പിന്നീട് ഒരു 50 ലക്ഷം കൈക്കടമായി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഇതാണ് റിപ്പോർട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വീണ വിജയൻ ഏതാണ്ട് ഫ്രെയിമിന് പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് പറയപ്പെടുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച 134 തെളിവുകളും അനുബന്ധ രേഖകളും അടക്കം ഏതാണ്ട് 2200-ൽ പരം വിശദമായ പാഠങ്ങൾ പഠിച്ചതിന് ശേഷം, ലെസൺസ് പഠിച്ചതിന് ശേഷം ആ രേഖകൾ കൈവച്ചുകൊണ്ട് തന്നെ ഇനി വീണ വിജയനെ ED ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തമായ ചിത്രം വരും. ആരാണ് വീണയ്ക്കും പിണറായി വിജയനും ഇടയിൽ കളിച്ചത്, CMRLനും എക്സാലോജിക്കിനും ഇടയിൽ കളിച്ചത്, യഥാർത്ഥത്തിൽ പണം കൊടുത്തത് ആർക്കാണ്, എന്തിനു വേണ്ടിയാണ് കൊടുത്തത്, എന്തായിരുന്നു കാരണം. ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ED പോകുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കുടുങ്ങുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. വളരെ വർഷങ്ങളായി ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വിഷയങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെടുകയും ഈ വിഷയം ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എന്നാണ് നന്ദകുമാർ സാറിന് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? ഞാനിതിനകത്ത് പിണറായി വിജയൻ ഈ സംഭവത്തിനകത്ത് പങ്കില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പങ്കുണ്ടാകാനുള്ള വളരെ സാധ്യതയുണ്ട്. കാരണം ഇത് കേവലം നമ്മൾ ധരിക്കുന്ന പോലെ ഒരു 2,78 ലക്ഷം രൂപയുടെ ഏർപ്പാടൊന്നുമല്ല. ഇത് 100 കോടിയിലധികം വരുന്ന ഒരു വലിയ ഒരു സ്കാമിൻ്റെ പിന്നാമ്പുറം കഥകളാണ് ശരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് പാം ഓയിലിൻ്റെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ നിരവധി കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രിമാർ ശിക്ഷിക്കപ്പെടാറില്ല. അടുത്ത കാലത്തുണ്ടായ കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കശുവണ്ടി ഇറക്കുമതിയിൽ ഏതാണ്ട് 500 കോടി അഴിമതിയാണ് INTUC നേതാവായിട്ട് ചന്ദ്രശേഖരന്റെ പേരിൽ വന്നത്. അതിനെ സംരക്ഷിച്ച മുഴുവൻ അക്കാലത്ത് പിണറായി വിജയനായിരുന്നു സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. സതീശൻ വന്നപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അനുമതി കൊടുത്താൽ പോലും അതൊന്നും ശിക്ഷിക്കപ്പെടുന്നുള്ള യാതൊരു വ്യക്തതയില്ല. ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ വീണ വിജയന്റെ കേസിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ഇതിന്റെ ഏറ്റവും വലിയ ഡീല് നടത്തിയിരിക്കുന്നത് പിണറായി വിജയനാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീണയുടെ ഭർത്താവായിരിക്കുന്ന മുഹമ്മദ് റിയാസിന് ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരൊന്നും ചിത്രത്തിലേക്ക് വരുന്നേ ഇല്ല. ചിത്രത്തിലേക്ക് യഥാർത്ഥമായിട്ട് വരുന്നത് ഇല്ല. അത് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ആളുകളാണ് ആദ്യം വരിക. ഇപ്പൊ വീണ വിജയനെ ED പലവട്ടം ചോദ്യം ചെയ്ത് എന്ത് ചോദിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ, ഈ പൈസ കൊണ്ടുവന്നോ അറിഞ്ഞൂടാ, ഇത് എന്തിനാ ചെലവഴിച്ച് അറിഞ്ഞൂടാ, നിങ്ങൾ ഇത്ര പണം വാങ്ങിച്ചിട്ടുണ്ടോ അറിയില്ല, അല്ലെങ്കിൽ ഓർമ്മയില്ല, ഇത്യാദി മറുപടി അല്ലാതെ കണ്ട് യഥാർത്ഥമായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരു സ്ത്രീയുടെ മുഖത്ത് നിന്നുള്ള
ഒരു ഒരു ലക്ഷണമാണ് അവർ ഇന്ന് എല്ലാ തരത്തിലും വരുന്നത്. സാർ, അവിടെ ഒരു വിദഗ്ധമായ ഒരു പ്ലേ നടക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ നിന്ന് പൊന്നും വിലയുള്ള അഭിഭാഷകരെ വിളിച്ചു വരുത്തി ഇതിന്റെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച തരത്തിലുള്ള ഉത്തരം വീണാ വിജയൻ ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സംശയമില്ല, അതൊക്കെ തന്നെയാണ് നടക്കുക. ഇത് ആകെയുള്ള പ്രശ്നത്തിലേ ഉള്ളൂ, വീണാ വിജയന് മാത്രമാണോ അവര് ഭർത്താവായാലും മുഹമ്മദ് റിയാസിന് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടോ, അവർ അച്ഛനായിട്ടുള്ള പിണറായി വിജയന് ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇപ്പൊ വീണാ വിജയന് കൊണ്ടുവന്നിരുന്ന കിട്ടിയിരിക്കുന്ന 2,78,00,000 ചർച്ച നടത്തുന്ന സമയത്ത് പിണറായി വിജയന്റെ റോൾ ഇതിനകത്ത് എന്തായിരുന്നു? ഒരു റോളും പിണറായി വിജയൻ ഇല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിലേക്ക് അവിടെയായിരുന്നല്ലോ അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ ഇടി എത്തിയതിനു ശേഷമാണ് അദ്ദേഹം താമസം മാറ്റാൻ തയ്യാറായത്. ഇപ്പൊ മകളും അച്ഛനും രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ അച്ഛനും മകനും മകളും ഒരു സ്ഥലത്ത് താമസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിരന്തരം താമസിക്കുന്നത്? ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്? ഇപ്പൊ നമ്മളിപ്പോ US ട്രീറ്റ്മെന്റിന് പോകുന്നു. US ട്രീറ്റ്മെന്റിന് ആരൊക്കെ പോകുന്നത്? പിണറായി വിജയൻ പോകുന്നു, ഭാര്യ പോകുന്നു, മകള് പോകുന്നു, മകളുടെ മകൻ പോകുന്നു. ഒരു സംഘമായിട്ടാണ് യാത്ര. അപ്പൊ എല്ലാ സ്ഥലത്തേക്കും മകളെ കൂടെ കൊണ്ടു നടന്ന്, ഒരു കാലഘട്ടത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ സ്ഥലത്തേക്കും മകള് ഇന്ദിരാഗാന്ധിയെ കൊണ്ടു നടന്നിരുന്ന അതേ രീതി തന്നെയാണ് ഇപ്പൊ ഇദ്ദേഹം അനുവർത്തിക്കുന്നത്. അല്ല, ഇവിടെ രണ്ട് രീതി വേണമെന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയെ കൊണ്ടു നടക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രമീമാംസ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇവിടെ വീണാ വിജയൻ എന്ന മകളെ പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നത് എപ്പോഴും ഒരു സംരക്ഷണ ചുമതലയോടുകൂടി തള്ളക്കോഴി. അല്ല, അതിന്റെ കാരണം എന്താണെങ്കിൽ പിണറായി വിജയന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് നിലവാരമില്ല എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ വീണാ വിജയൻ ഇന്ദിരാഗാന്ധിന് നിലവാരമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന രീതി അതായിരുന്നു പറയാം. ശരി, സാറ് പറഞ്ഞ വളരെ ശക്തമായ ഒരു പോയിന്റ് ആണ്. കാരണം മകളെ തന്നോടൊപ്പം നിർത്തി എപ്പോഴും ഒരു സംരക്ഷണ കവചം തീർക്കുക. അതെ, രണ്ടുപേരും രണ്ട് തരത്തിൽ സംരക്ഷണ കവചങ്ങൾ തീർത്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഈ സംരക്ഷണ കവചം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബേക്കറി ജംഗ്ഷനിൽ വീട്ടിൽ ഒന്നിച്ച് വാടക കൊടുത്ത് വീട്ടിൽ താമസിച്ചതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ED അതിന് പൊളിച്ചു. വാസ്തവത്തില് അതിനെ പൊളിച്ച സമയത്താണ് പ്രശ്നമാക്കിക്കൊണ്ട് പാർട്ടി സഖാക്കളെ വിട്ടുകൊണ്ട് EDയെ പിടിച്ചു നിർത്താനും അവരെ ആക്രമിക്കാനും ഒക്കെ ഇവര് മുതിർന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ വലിയ വിനയായി. അത് വിനയായി എന്ന് പറഞ്ഞപ്പോ ED ഡയറക്ടർ രാഹുൽ നവീൻ പിറ്റേ ദിവസം കേരളത്തിലേക്ക് പറന്നിറങ്ങി. ഡൽഹിയിൽ നിന്നും പിറ്റേ ദിവസം പറന്നിറങ്ങുകയും EDA ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസ്, അതായത് അവർ കൃത്യനിർവഹണത്തിലാണ്, അവർ തെളിവുമായി പുറത്തേക്ക് വരുമ്പോഴാണ് അവർ ആക്രമിച്ചേക്കുന്നത്. വധശ്രമത്തിനാണ് കേരള പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 26 പേര് ജയിലിലാണ്. ഒരാൾക്ക് നമ്മുടെ PP പ്രോസിക്യൂട്ടർ ഗീനാകുമാരി അമ്മ ജാമ്യം കൊടുത്തു. അതിനെതിരെ ED കോടതിയിൽ പോയിരിക്കുന്നു. അങ്ങനെ അത് വലിയ പുകിലായി. ED അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ജാഗരൂകരായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൃത്യമായി ഒരു സ്ഥലത്തും ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് രാഹുൽ നവീൻ ED ഡയറക്ടർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 27-ാം തീയതി ആ ED റെയ്ഡിനിടയിലുണ്ടായ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആ കടന്നുകയറ്റവും അക്രമവും വീണാ വിജയനും പിണറായി വിജയനും ഒരു വലിയ കുരുക്ക് തന്നെ തീർത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെ ഈ EDയുടെ അന്വേഷണത്തിൽ വീണാ വിജയൻ എന്നുള്ള ആ ഒരു പല്ലവി മാറ്റി മെല്ലെ യഥാർത്ഥ പ്രതി എങ്ങനെയാണ്, എന്താണ് അതിലെ ക്രൈം? വീണാ വിജയൻ ആരുമല്ല, CMRL അവരെ അറിയില്ല. ബംഗളൂരുവിൽ ആസ്ഥാനമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. ആ കമ്പനിക്ക് CMRLലേക്ക് ഒരു സേവനം നൽകാതെ അറിയാത്ത ഒരാൾക്ക് പണം കൊടുക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും കർത്തയ്ക്കില്ല. അങ്ങനെയെങ്കിൽ പണം കൊടുത്തതിന് കർത്തയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തേടി തന്നെയാണ് ഇപ്പോൾ ED ചോദ്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1600 കോടി രൂപയുടേതെങ്കിലും കരിമണൽ കർത്തയ്ക്ക് അനധികൃതമായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനത്തിന് പങ്കാളിത്തം കൊടുക്കാൻ പാടില്ല, അവർക്ക് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പൂഴ്ത്തിവെച്ചുകൊണ്ട് ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണൽ CMRL കർത്തയ്ക്ക് അനധികൃതമായി ലഭ്യമാക്കിയതിന്റെ ഏതാണ്ട് 10%, അത് ഏതാണ്ട് 160 കോടി രൂപയോളം പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക്, പല അക്കൗണ്ടുകളിലേക്കായി ഇവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചില അഭ്യൂഹങ്ങൾക്ക് ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആർക്കാണ് എന്തിനാണ് പണം കൊടുത്തത് എന്നുള്ള EDയുടെ അന്വേഷണമാണ് CMRL ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്നത്. തീർച്ചയായും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ CMRL കർത്തയുടെ ഒരു കണക്ക് പുസ്തകം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ കണക്ക് പുസ്തകത്തിൽ OC, KC, RC എന്നൊക്കെ പറഞ്ഞ് ചില PV എന്നൊക്കെ പറഞ്ഞ് ചില പേരുകളും അതിൻ്റെ നേരെ കോടിക്കണക്കിന് രൂപയുടെ ചില കണക്കുകളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ OC എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി, RC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല, KK എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി,
PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ, പിണറായി വിജയന്റെ പേരും വേറെ എഴുതി വെച്ചിട്ടുണ്ട്, പിണറായി വിജയൻ എന്ന രീതിയിൽ തന്നെ. അത്തരം കേസുകൾ കൂടി ED അന്വേഷണത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ CMRL കർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ചെറിയ ഒരു കേസ് മാത്രമല്ല പൊങ്ങി വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എനിക്ക് അതിനകത്ത് ഒരു മറുപക്ഷം എന്നെ സംബന്ധിച്ചുള്ളത്, കേരളത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും CMRLനെ സമീപിച്ചിട്ടുണ്ട്. അവരൊക്കെ ശശി തരൂർ കർത്തയിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊരു സംശയം കരുതലില്ല. അവിടെ പെട്ടിക്കട നടത്തുന്ന ആൾക്ക് വരെ ഒരു പണം കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും പണം വാങ്ങിച്ചിട്ടുണ്ട്. ഈ പണം വാങ്ങിച്ചെന്ന് മാത്രമല്ല ഇവര് റെസീറ്റ് കൊടുത്തെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഏതാണെങ്കിലും പണം വാങ്ങിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചൊക്കെ ഞാൻ ശുദ്ധനാണെന്നുള്ള വാദമൊന്നും ആരും ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാവർക്കും ഇക്കാര്യത്തിലും കാര്യങ്ങൾ പങ്കുണ്ട്. പക്ഷെ പിണറായി വിജയനെ സംബന്ധിക്കുന്ന പ്രശ്നമാണെന്ന് മാത്രമല്ല, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, താൻ ആജീവനാന്ത മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള ധാരണയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ ധാരണ ഇപ്പോൾ പൊളിഞ്ഞു വീണത്. തീർച്ചയായും. കാരണം പിണറായി വിജയൻ ആജീവനാന്ത മുഖ്യമന്ത്രിയല്ല, പിണറായി വിജയന്റെ മകൾ ആജീവനാന്ത മുഖ്യമന്ത്രിയുടെ മകളല്ല. അപ്പൊ സാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിന്റെ കയ്യിലായിരുന്നു അന്ന് പരിസ്ഥിതി വകുപ്പ് കൊടുത്തിരുന്നത്. ഈ പരിസ്ഥിതി വകുപ്പ് പിണറായി വിജയൻ ചോദിച്ച് മേടിക്കുകയായിരുന്നു. അപ്പൊ പരിസ്ഥിതി വകുപ്പ്, ജിയോളജിക്കൽ ആ വകുപ്പ്, മൈനിങ് വകുപ്പ്, ഇതെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. കാരണം CMRLന് കേന്ദ്ര അനുമതി നിഷേധിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ കരിമണൽ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. ഇവിടെയാണ് ഇതിന്റെ കൃത്യമായ ക്രൈം ഇരിക്കുന്നത് എന്ന തരത്തിലേക്ക് ED ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. ഇതിന്റെ CMRL ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇതിന്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻസ് ആണ് ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, വീണ വിജയൻ എന്ന ഒരു ചെറിയ മീനല്ല ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 1,72,00,000 രൂപയുടെ അല്ലെങ്കിൽ 2,78,00,000 രൂപയുടെ ഒരു കണക്കല്ല, ഒരു ക്രൈമല്ല, തിരിമറിയല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നു. ആ EDയുടെ അന്വേഷണം പൂർണ്ണമാകുമ്പോൾ ആരാണ് വമ്പൻ സ്രാവ് എന്നുള്ള ഒരു ചിത്രം പുറത്തു വരില്ല. അല്ല, അത് തീർച്ചയായിട്ടും ഈ സംഭവം ഒരിക്കലും 2,78,00,000 പ്രശ്നമല്ല. ഇത് വളരെ രൂക്ഷമായ പ്രശ്നമാണ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ പ്രശ്നമാണ്. ഇതിനകത്ത് എനിക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും, ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതിൽ മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യണം, ഇതിനകത്ത് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ സാധിക്കണം, വേണ്ടി വന്നാൽ ഇതിനകത്ത് ഗോവിന്ദ മാഷിനെ ചോദ്യം ചെയ്യാൻ പറ്റണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിമാരും അതേപോലെ തന്നെ പാർട്ടിയുടെ ബന്ധപ്പെട്ട ചുമതലപ്പെട്ട ആളുകൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ചില പണങ്ങൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ ഏറെ പണവും പിണറായി വിജയന്റെ സ്വഭാവം വെച്ചുകൊണ്ട് സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കാനാണ് വളരെ സാധ്യത. ഇപ്പൊ നമ്മൾ പഴയ കാലത്തിൽ ലാവലിൻ കേസിൽ അടക്കം കണ്ട അങ്ങനെയാണ്. അദ്ദേഹം പാർട്ടിക്ക് ഒരു 10 കോടി രൂപ കൊടുത്തുന്നിരിക്കട്ടെ, ബാക്കി സ്വന്തം പോക്കറ്റിലേക്കാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോവുക. ഇങ്ങനെയുള്ളൊരു വലിയൊരു പാരമ്പര്യം അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് കേരളത്തിലേക്ക് അത് ആവശ്യമാണല്ലോ, പാർട്ടിയുടെ വായടപ്പിക്കണമല്ലോ. അതെ, പാർട്ടിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പണം നക്കാപ്പിച്ച കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാണത്. പാർട്ടി നേതാക്കന്മാർക്ക് അത് തന്നെ മതി. ഈ തരത്തിൽപ്പെട്ട നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ നശിപ്പിച്ചതിൽ ഇവർക്ക് വലിയ പങ്കാണുള്ളത്. ഇപ്പൊ കേരളത്തില് ഇപ്പൊ CMRLുമായിട്ടുള്ള പണം വാങ്ങിച്ചിരിക്കുന്നതിൽ എല്ലാ ആൾക്കും പങ്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടാവും, അതിന് റെസീറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. പിണറായി വിജയനെ സംബന്ധിക്കുന്ന പ്രശ്നം അതല്ല. പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൽ മേടിച്ചിരിക്കുന്ന പണത്തിന്റെ കണക്കുകൾ കൃത്യമായിട്ടില്ല എന്നുള്ളതാണ് ഒരു വശമെങ്കിൽ, രണ്ടാമത് സ്വന്തം മകളെ മുൻനിർത്തിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള പരിശ്രമമാണ് പിണറായി വിജയൻ നാളുതേരെയായിട്ട് നടത്തി വരുന്നത്. ഇത് അത്യന്തം അപകടകരമാണ്. സ്വന്തം മകളെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ പണം സമ്പാദിച്ചുകൊണ്ട് ഒരു കേസ് അട്ടിമറിക്കുന്ന പരിശ്രമത്തില് കേരളത്തിന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആള് അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നമുക്ക് കേരളത്തിന്റെ ഒരു മാനുഷിക മുഖത്തിനേറ്റ ഒരു കനത്ത തിരിച്ചടിയായിട്ടാണ് വാസ്തവത്തിൽ എനിക്കത് തോന്നുന്നത്. എന്തായാലും കേരളം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ വലിയ അഴിമതികളുടെ കണക്കുകൾ എഴുതി ചേർക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രത്യാശിക്കാം. എന്നാൽ സത്യം മറ്റൊന്നാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതെന്താണെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. നമസ്കാരം.